ഈ മക്കളെ എടുത്ത് കൊന്നത് പൊറുക്കുവാനാവാത്ത തെറ്റാ. പക്ഷേ എങ്കിലും ഓള് അറിഞ്ഞും കൊണ്ട് നല്ല മനസ്സാല ചെയ്തതല്ല മേഡം. 100% ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. അവളെ മനസ്സ് മാറിപ്പോയതാ. എവിടെയാണെങ്കിലും ഞാൻ ഏത് കോടതിയിലാണെങ്കിലും ഞാൻ പറയൂ, അവൾ നല്ല മനസ്സാല ചെയ്തതല്ല. വിഷാദ രോഗമായിരുന്നുവെന്ന് ഡോക്ടർമാർ ശാസ്ത്രീയമായി സ്ഥിരീകരിച്ച ഏക മകളുടെ നീതിക്കായി മരണാനന്തരവും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഗതികെട്ട അച്ഛനമ്മമാരുടെ നാടുകൂടിയാണ് കേരളം. മകൾ ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരണാനന്തരമെങ്കിലും കിട്ടണമെന്ന ദൃഢപ്രതിജ്ഞയോട് മുഖം തിരിച്ച ഭരണാധികാരികൾ. വനിതകളുടെ ക്ഷേമത്തിനായി മുൻപന്തിയിൽ നിൽക്കുന്ന വനിതാ കമ്മീഷനും ഇക്കൂട്ടത്തിലുണ്ട്. 2021 സെപ്റ്റംബർ 26 നാദാപുരം പോലീസ് സ്റ്റേഷൻ. FIR നമ്പർ 648/2021, വകുപ്പ് 302. കോഴിക്കോട് വാണിമേൽ മഞ്ഞനാപുറത്ത് റഫീഖിന്റെ ഭാര്യ സുബീന മുന്താസ്, 3.5 വയസ്സുള്ള മുഹമ്മദ് റിസ്വാൻ, ഫാത്തിമ നൗഹ എന്നീ ഇരട്ട കുട്ടികളെ കിണറ്റിലെറിഞ്ഞു കൊന്ന ശേഷം ആത്മഹത്യാ ശ്രമം നടത്തി പരാജയപ്പെട്ടു. നാദാപുരം പോലീസ് സുബീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് ജില്ലാ ജയിലിലടച്ചു. ജയിലിൽ വെച്ചും മാനസിക നില വഷളായതിനെ തുടർന്ന് ഏക മകളെ വിദഗ്ധ ചികിത്സയ്ക്കായി അമ്മയും അച്ഛനും ഏറെ പ്രയാസപ്പെട്ടു ജാമ്യത്തിലിറക്കി. കുട്ടികളുടെ മരണം നടക്കുന്ന സമയത്ത് അമ്മമാരുടെ മാനസിക നില തകരാറിലായിരുന്നുവെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ച് സർട്ടിഫിക്കറ്റും നൽകി. എന്നിട്ടും പക്ഷേ കേസ് അനന്തമായി നീളുന്നത് ഇത്തരം അമ്മമാരിലെ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് മാനസിക നില വീണ്ടും തകരാറിലാകാനേ ഉപകരിച്ചുള്ളൂ. 2022 മാർച്ച് 3. എനിക്ക് എൻ്റെ മക്കളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈകൾ കൊണ്ട് പറ്റിപ്പോയത് കൊണ്ട് മാത്രം ഒന്നുറക്കെ കരയാനും കൂടി കഴിയാതെ വീർപ്പുമുട്ടുകയാണ്. എല്ലാത്തിനും കാരണം ഭർത്താവ് റഫീഖാണെന്നും മക്കളിലേക്ക് മടങ്ങുന്നുവെന്നും എഴുതിവെച്ച് സുബീന പോലീസ് സ്റ്റേഷൻ, കോടതി, ജയിൽ, മാനസികാരോഗ്യ കേന്ദ്രം എന്നിവ കയറിയിറങ്ങി മടുത്ത ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. വാഹനാപകടത്തിൽപ്പെട്ട് ആദ്യം മകനും പിന്നീട് 2 പേരക്കുട്ടികളും ഒടുവിൽ മകളും നഷ്ടമായ മാതാപിതാക്കൾ. ദാരുണമായ ആ ദുരന്തത്തെക്കുറിച്ച് അമ്മ സീനത്ത് നെഞ്ചുപൊട്ടി ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പല കാരണം ഞാൻ ചിന്തിച്ചു നോക്കും. എന്തൊരു മോളെ എന്തിനേനും ഒളിപ്പണിയെടുത്ത്. പിന്നെ സുബിക്കറി ആടുന്ന് കൂട്ടണ്ടേനും ജയിലിന്ന്. ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ഹൈക്കോടതി വക്കീലിന് പൈസ ഇറക്കിക്കൊണ്ടുവന്നിട്ട് അവളെ ഞാളിവിടെ ഇറക്കിക്കൊണ്ടുവന്നു. പിന്നെ ഞാൻ വിചാരിക്കും അവളെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേനും, അതുവരെ അവിടെ പോയി കാണേനും എന്നല്ല ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. അന്ന് ജീവനോടെ അവിടെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ മാനസിക ആശുപത്രി, ഇതെല്ലാം പിന്നീട് ചിന്തിക്കുന്നു മേഡം. ഞങ്ങൾക്കൊരു തുണയില്ല മേഡം. ഞാനെന്നാ അതിന് ചെയ്യേണ്ടതാ പറഞ്ഞു. ഒരു തുണയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ട്. അതാ ഞങ്ങളുടെ അവസ്ഥ. ഇപ്പം ഓളുണ്ടെങ്കിൽ ഓളുണ്ടോ രക്ഷപ്പെട്ട് ഓളെ വേറെ കഴിക്കാമെന്നെല്ലാം വിചാരിച്ചത് ദയവായിട്ട്. പക്ഷേ പണ്ടേ കോളിങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു തുണ ഞങ്ങൾക്ക് കിട്ടാം. എന്തിനാണ് അയാൾ ജീവിക്കുന്നതെന്ന് വിചാരിച്ചോക്കാം. നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. അതാ ഞങ്ങൾ പിന്നെ ചിന്തിക്കുക. ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അന്നേരം ഇപ്പോൾ എല്ലാവരും പറയും, ഞങ്ങളെൻ്റെ മക്കളും അനിയത്തിൻ്റെ മക്കളും എല്ലാം പറയും. ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഞാളുണ്ടാവും, സീനേച്ച അങ്ങക്ക് ഞാളുണ്ടാവും. ഇപ്പം ആരുമില്ല ഞങ്ങൾക്ക്. ഉള്ളു പൊള്ളിക്കുന്ന നോവേറും വാക്കുകൾ. എന്തായിരുന്നു സുബീനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പ്രവാസിയായ ഭർത്താവ് റഫീഖിന്റെ വീട്ടിലെത്തിയാൽ ഇരട്ട കുട്ടികളെ തനിച്ചു പരിപാലിക്കാൻ കഴിയാത്തതായിരുന്നു പ്രധാന പ്രശ്നമെന്ന് അമ്മ സീനത്ത് പറയുന്നു. കുട്ടികളെ ആയതിനു ശേഷം ഒന്നും ശ്രദ്ധിക്കുക, നോക്കുക, ഡോക്ടറെ കാണിക്കില്ല, ഒരു കാര്യം ഒന്നും ചെയ്യത്തില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കുവാനും എല്ലാത്തിനും ഞാൻ ഇവിടുത്തെ ഉളുപ്പേ അയച്ചു കൊടുക്കും. വേണ്ട സാധനങ്ങളൊക്കെ ഓക്കൊരു നീതി ലഭിക്കേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറേ ഞാൻ മെനക്കെടുന്നത്. പക്ഷേ ഒന്നും ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കിട്ടുന്നില്ല. എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടണം. ഞാൻ ഇതൊന്നും തിരിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അയക്കൂലല്ലോ. ഭർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടുവോളം കിട്ടണം. ഈ മക്കളോട് അനങ്ങുകയില്ല, നോക്കുകയില്ല. അതല്ലേ ഓക്ക് മക്കളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അങ്ങനത്തെ ഓളാ ഈ പണിയെടുത്ത് മക്കളെ കൊല്ലണമെങ്കിൽ അതാ ഒരിക്കലും പിന്നെ ഓൾ ജീവിക്കൂലല്ലോ.
നമ്മൾ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് പരമാവധി നമ്മൾ നോക്കിയിട്ടു പിന്നെ നമ്മൾ നോക്കിയിട്ട് പ്രയോജനമില്ല. ജാമ്യത്തിലിറങ്ങിയപ്പോഴും മാനസികാരോഗ്യ ചികിത്സ തുടർന്നു. പക്ഷേ വിഷാദം കൂടി വന്നു. മകളുടെ വിഷാദകാലം മറികടക്കാൻ നിനക്കിനിയും മക്കളുണ്ടാകുമെന്നും മറ്റും ആശ്വസിപ്പിച്ച് മകളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മാതാപിതാക്കൾ ഭർത്താവ് റഫീഖിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം നാട്ടുകാരുടെയും കാലുപിടിച്ച് അപേക്ഷിച്ചു നോക്കി. യോജിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഇവിടെ ഉണ്ട് ഒരു ഞങ്ങളൊരു നാട്ടുപോപ്പ ഓറയത്ത് പോവും, ഇവിടുത്തെ ഓളപ്പ ഞാൻ അങ്ങും പോവും. എന്നിട്ട് അങ്ങ് എൻ്റെ കാരണം ഉണ്ട് പുയ്യാപ്പിളുണ്ട്, ഓറയത്ത് ഞാൻ പോവും. 2-3 പ്രാവശ്യം ഞാൻ ഓറിയത്ത് പോയി. ആടെയുള്ള ഒരു നാട്ടുമുപ്പനുണ്ട്, ഓറിയത്തും ഞാൻ പോയി. 3-4 പ്രാവശ്യം ഞാൻ പോയി. എങ്ങനെയെങ്കിലും ഇത് ഒരു നന്നായി കിട്ടിക്കണ്ട, എൻ്റെ മോളെ ജീവിതം പോകില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെന്തിനാ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പറയൂ. അവളെ നമ്പറെല്ലാം വാങ്ങി ഞാനിങ്ങ് പോരും. എന്നിട്ട് പിന്നെ 2-3 പിന്നെ ഓല് പറയൂ ഞങ്ങൾക്ക് അതിൻ്റെ ഒരാഴ്ച മുന്നേറ്റം ഇവർ പറഞ്ഞ് ഞങ്ങളെ ഒന്നോളോ ഞാൻ ഒഴിവായി തന്നത്. അങ്ങനെ ഞാൻ ഒന്നും വിചാരിക്കുന്നത് ഓല് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊന്നുകൊണ്ട് മക്കളെ കൊന്നിക്കില്ല. അതുകൊണ്ട് ഓല് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഓക്കെ ഇനിയും ആവൂലേ കുട്ടികൾ, നിങ്ങളെന്തിനാ ഒഴിവാക്കുന്നത്? അത് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അവൾക്ക് പറ്റിപ്പോയി. അത് നമ്മളെല്ലാം കൂടി ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ, അല്ലെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോളം ചികിത്സിച്ച് മാറ്റുമായിരുന്നു. പ്രസവാനന്തരവും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും സുബീനയുടെ മാനസിക നില അവതാളത്തിലായിരുന്നു. എന്നാൽ സമൂഹത്തെ പേടിച്ച് ഭർത്തൃകുടുംബം വിദഗ്ധ ചികിത്സ നിഷേധിച്ചതാണ് എല്ലാത്തിനും കാരണമെന്ന് അമ്മ വിശ്വസിക്കുന്നു. അതിൻ്റെ 2 ആഴ്ച മുമ്പേ ഒക്കെ ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇവള് തീരെ വയലൻ്റ് ആയതിൻ്റെ ഇവനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അന്നേരം ഇവള് സംസാരിച്ചോളോ അങ്ങോട്ട് ഞാൻ കുട്ടികളെ എടുത്ത് മരിക്കുന്നതെന്ന് പറഞ്ഞോളൂ. എന്നാൽ ഇനി പോയി മരിച്ചോന്ന് പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ഞങ്ങളോട് പറയണ്ടേ, ഞങ്ങൾ എനിക്ക് കെട്ടിച്ചു കൊടുത്തല്ല, നിക്കാഹ് കഴിച്ചു കൊടുത്തതല്ല. അവർ ഞങ്ങളോട് പറയണ്ടേ നിങ്ങളങ്ങ് കൂട്ടിക്ക ഓള് ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. അതോ പറഞ്ഞില്ല. ഇതിന് ശേഷം ഇവൾക്ക് മനസ്സിൽ പ്രശ്നമായിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചരടോ നൂലാറ്റം മന്ദിരിച്ചിട്ട് കൊണ്ടുകൊടുക്കുക, ഇവൾ ആകെ വയലൻ്റ് ആയതിൻ്റെ. അതുപോലെ ഞാൻ ഇവിടുത്തെ ഒരു ഉസ്താദിനെ കൊണ്ട് ചരട് മന്ദിരിച്ച് കെട്ടിക്കൊടുത്ത്. അന്നേരമൊക്കെ ഇവളാകെ വയലൻ്റ് ആയതിൻ്റെ. പക്ഷെ അന്നേരം ഒന്നിങ്ങനെ കൂട്ടാൻ നോക്കുമ്പോൾ അത് സമ്മതിച്ചില്ല. ഞാൻ എവിടെയെങ്കിലും കാണിക്കട്ടെ, മാനസിക പ്രശ്നമൊക്കെ എന്തെന്നാ തീരുന്നില്ലല്ലോ, എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മോൾ ഇന്നുണ്ടാവുമല്ലോ, എല്ലാവരും അറിഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് ഇവൾക്ക് ഇവളാകെ ഒരു വയലൻ്റ് ആയ അവസ്ഥയിലല്ലേ. അന്നേരം ഞാൻ കൂട്ടാൻ നോക്കുമ്പോൾ സമ്മതിച്ചില്ല. അവസാന ഉപാധിയായി കവർന്നെടുത്ത സ്വർണം തിരികെ തന്ന് വിവാഹമോചനം നൽകാൻ ആവശ്യപ്പെട്ടു. അതും റഫീഖ് തിരസ്കരിച്ചു. ഒടുവിൽ മകളുടെ മരണശേഷവും 2022 ഡിസംബർ 20 വടകര റൂറൽ SP, നാദാപുരം DYSP, CI ഉൾപ്പെടെയുള്ളവർക്ക് കോപ്പി വെച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയെ നേരിൽ കണ്ടു പരാതി നൽകി. സുബീന ഭർതൃവീട്ടിൽ അനുഭവിച്ച മാനസിക, സാമ്പത്തിക, സ്ത്രീധന പീഡനങ്ങൾ എല്ലാം തെളിവ് സഹിതം പരാതി നൽകി. പക്ഷേ എല്ലാവരും ഒരുപോലെ ഈ കുടുംബത്തിന്റെ പരാതി അങ്ങേയറ്റം തൃണവൽഗണിച്ചു. എല്ലാം എഴുതി കൊടുത്തിട്ട് സാർ മേഡം. എന്നിട്ട് അവർ പറഞ്ഞ് അവിടേക്ക് പ്രശ്നങ്ങൾ അവിടെ ഒന്നും കാണുന്നില്ല. അവരെ അടുത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അവരെ അടുത്ത് ഒരു തെറ്റുമില്ല. ഇങ്ങനെയൊക്കെ ഓലെ പരാതിയിൽ കണ്ടേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരംഭകാലത്തായിരുന്നു ഞങ്ങൾ സുബീനയുടെ കല്ലാച്ചിയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ടത്. നീതിക്കായി നടന്നു തേഞ്ഞവർ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോയിരിക്കുന്നു. എങ്കിലും ഇനി ഒരു തരി പ്രതീക്ഷ കൂടി ബാക്കിയുണ്ടത്രേ. പകലിലെ സംസാരം രാത്രിയിലേക്കും നീണ്ടു. പറഞ്ഞിട്ടും തീരാത്ത അത്രയും ദുരിതങ്ങളിലൂടെ കടന്നുപോയ മകളുടെ അമ്മ പേരമക്കളുടെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും കാണും വിധത്തിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. രാത്രി ഏറെയായി. എങ്കിലും പോരാതെ വയ്യ. മടങ്ങുന്നേരം സീനത്ത് എന്ന അമ്മ നെഞ്ചകം പൊട്ടി യാത്രാമൊഴിയേകി.
സംസാരിച്ചു തന്നെ വലിയ കാര്യമില്ല നിങ്ങളെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളവരോട് എനിക്ക് സന്തോഷമായി വന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. എൻ്റെ അന്യത്തിനെ പോലെ കാണുന്ന കേട്ടാ. വിഷമിക്കരുത്. ഉറങ്ങുന്നതിന് ഡോക്ടർ എന്തായാലും ഉറക്കില്ല എനിക്ക് ഒരിക്കലും എന്നോട് പോലും പറയും എല്ലാവരും പറയും ഉറക്കില്ലേറ്റ് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിക്കണം. ഈ അടുത്ത ദിവസം തന്നെ ഏറ്റവും പറ്റാവുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ബന്ധുക്കാരെ കൂട്ടിയിട്ട് ഡോക്ടറെ കാണണം കേട്ടോ. പെരിനാറ്റൽ ഡിപ്രഷനും സൈക്കോസിസും അനുഭവപ്പെടുന്ന 95% കേസുകളിലും ദുരഭിമാനം കാരണം രോഗം മൂടിവെക്കുന്ന പ്രവണത ഏറി വരുന്നു. ഫലമോ ഒരു ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടതിന് ശേഷമായിരിക്കും രോഗം തിരിച്ചറിയുന്നതും ചികിത്സ ലഭ്യമാകുന്നതും. അതും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം എന്നതാണ് ഇന്ത്യയിലെ സ്ഥിതി. കാരണം അന്ധവിശ്വാസവും ആഭിചാരവും അതിശക്തമായി ഒഴുകുന്നു എന്നത് തന്നെ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.